വിനീത വിജി കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. വിനീത, ഇപ്പോൾ ശ്വേതാ മേനോൻ പറഞ്ഞതുപോലെ തന്നെ എണ്ണമറ്റ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച മലയാളികളുടെ മനസ്സിൽ മാത്രമല്ല പല ഭാഷകളിൽ അഭിനയിച്ച ഭാഷകളിലെല്ലാം അദ്ദേഹത്തിന്റെ തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നടനാണ് മോഹൻലാൽ. അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിക്കുമ്പോൾ അത് തീർച്ചയായും നമ്മുടെ ഭാഷയ്ക്ക് കൂടി കിട്ടുന്ന ഒരു അംഗീകാരമാണ്. ഈ അവാർഡിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്, അത് പറയും. പ്രവിത, മലയാളത്തിൽ നിന്നും ആദ്യമായാണ് ഒരു അഭിനേതാവിന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. അത് നടൻ മോഹൻലാലിലൂടെ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു, മലയാളത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 2004 സംവിധായകൻ എന്ന നിലയിലാണ് അടൂർ ഗോപാലകൃഷ്ണന് ആ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇതാ മലയാളത്തിൽ നിന്നും ആദ്യമായാണ് ഒരു അഭിനേതാവിന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. അത് നമ്മുടെ സ്വന്തം, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ എന്നതിൽ അതൊരു മലയാളി എന്ന നിലയിൽ നമുക്കൊക്കെ വളരെയധികം അഭിമാനകരമാകുന്ന ഒരു നിമിഷം തന്നെയാണ്. ഇപ്പോൾ മോഹൻലാലിന് അഭിനന്ദനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് മികവിന്റെയും വൈവിധ്യത്തിന്റെയും പ്രതീകമാണ് നടൻ മോഹൻലാൽ എന്നുള്ളതാണ്. ഒപ്പം തന്നെ തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി സിനിമകളിലെല്ലാം അദ്ദേഹം ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം, അദ്ദേഹത്തിന്റെ പരിശ്രമത്തെയൊക്കെ തന്നെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ വരും തലമുറയ്ക്കും പ്രചോദനമാകട്ടെ എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇങ്ങനെ വിവിധ മേഖലകളിൽ നിന്ന് ഇപ്പോൾ നിരവധി ആശംസകളും അഭിനന്ദനങ്ങളും ഒക്കെ അദ്ദേഹത്തെ അറിയിച്ചിരിക്കുകയാണ്. ഇനി പ്രവിത സൂചിപ്പിച്ചതുപോലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം 2023 പുരസ്കാരത്തിനാണ് നടൻ മോഹൻലാൽ അർഹനായിരിക്കുന്നത്. സെപ്റ്റംബർ 23 ഈ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിലായിരിക്കും ഈ പുരസ്കാരം അദ്ദേഹത്തിന് നൽകുക. അത് സ്വർണ്ണകമലം, പതക്കം, ഷാൾ, 10 ലക്ഷം രൂപ എന്നിവ അടങ്ങുന്നതാണ് ഈ പുരസ്കാരം. അത് ഇന്ത്യൻ ചലച്ചിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാസാഹിബ് ഫാൽക്കെയുടെ സ്മരണാർത്ഥം 1969 മുതൽ ആണ് സർക്കാർ ഈ പുരസ്കാരം നൽകി വരുന്നത്. അഭിനയ രംഗത്തെ സമാനതകളില്ലാത്ത സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടൻ മോഹൻലാലിന് ഈ പുരസ്കാരം നൽകിയിരിക്കുന്നത്. സംവിധായകൻ, നിർമ്മാതാവ്, നടൻ എന്നീ നിലകളിലെല്ലാം മോഹൻലാൽ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ വളരെ വലുതാണെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും കഴിവുകളും ഒക്കെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഒരു സുവർണ അധ്യായം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.